സൂപ്പർ കൺമണി സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. കൺമണി കൃഷിൻ്റെ കാര്യങ്ങൾ നോക്കാനായിട്ട് ഹോസ്പിറ്റലിലാക്കി സുജി തിരികെ വീട്ടിലേക്ക് വന്ന ആ ഒരു തീരുമാനത്തിനോട് സാഗർ ഭയങ്കരമായിട്ട് ചൂടാകുന്നു. അതിന് തൊട്ട് മുമ്പ് തന്നെ നമ്മുടെ ആൻറ്റിയമ്മ അതിനെക്കുറിച്ച് ക്രിട്ടിസൈസ് ചെയ്തതേ ഉള്ളൂ. അതായത് കല്യാണത്തിന് മുമ്പ് വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയെയും പയ്യനെയും ഒറ്റയ്ക്കാക്കിയിട്ട് വരേണ്ട ആവശ്യമില്ലായിരുന്നെന്ന് പറയുമ്പോൾ സാഗറും അത് തന്നെയാണ് വന്ന് പറയുന്നത്. അതായത് കൃപമോളെയോ അല്ലെങ്കിൽ മുന്നേ പറഞ്ഞിരുന്നെങ്കിൽ ഞാനെങ്കിലും പോയി നിൽക്കത്തില്ലായിരുന്നോ, എന്തായാലും നീ ചെയ്തത് ശരിയായില്ലെന്ന് പറയുമ്പം സുജിയാണെങ്കിൽ എൻ്റെ മാനസിക പ്രയാസത്തിനുള്ള കാര്യം എന്താണെന്നറിയാലോ എന്ന് പറഞ്ഞ് പൊട്ടിത്തെറിച്ച് അകത്തേക്ക് പോകുന്നുണ്ട്. പിറ്റേ ദിവസം നമ്മുടെ കൃഷിനെയാണെങ്കിൽ ഭയങ്കര റൊമാൻറ്റിക്കായിട്ട് കൺമണി പരിചരിക്കുന്ന സമയത്ത് കൃഷിനെ ചെക്കപ്പ് ചെയ്യാൻ വരുന്ന ഡോക്ടറാണെങ്കിൽ എന്തായാലും ഇത്രയും വലിയൊരു അപകടം പറ്റിയപ്പം കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടി അടുത്തുണ്ടായതുകൊണ്ടാണോ, ആൾ നല്ല റൊമാൻറ്റിക് ആണല്ലോ എന്ന് ചോദിക്കുമ്പോൾ കൺമണിക്കും കൃഷിനും ഒരുപോലെ നാണം വരുന്നുണ്ട്. അങ്ങനെ ഡോക്ടർ എന്തായാലും കൃഷിന് പ്രത്യേകിച്ച് യാതൊരു പ്രോബ്ലവും ഇല്ലെന്നും ഇപ്പോൾ ഉണ്ടായ പ്രശ്നങ്ങളെല്ലാം കുറഞ്ഞിട്ടുണ്ട്, അടുത്ത ചെക്കപ്പിന് വരേണ്ട ഡേറ്റ് പറഞ്ഞിട്ട് ഡിസ്ചാർജ് എഴുതി കൊടുക്കുന്നത് കേട്ട് കൺമണിക്കും കൃഷിനും ഒരുപോലെ സന്തോഷമാകുന്നു. ഡോക്ടറും നേഴ്സും പോയതിന് ശേഷം അവർ ആ സന്തോഷം പ്രകടിപ്പിക്കുകയും ചെയ്യുന്നു. അങ്ങനെ സാഗറിനോടോ സുജിയോടോ ആരോടെയും പറയാതെ രഹസ്യമായി സർപ്രൈസായിട്ട് വരാനായിട്ട് കൃഷി തീരുമാനിക്കുന്നു. അത് കൺമണിയോടും പറയുന്നുണ്ട്, എന്തായാലും വീട്ടിൽ വിളിച്ച് പറയേണ്ട, നമുക്കൊരു സർപ്രൈസ് കൊടുക്കാമെന്ന്. കൃപമോളോട് കാര്യം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഹോസ്പിറ്റലിൽ നിന്ന് വരുന്ന കൃഷിനെയും കൺമണിയും കാത്ത് കൃപമോൾ നിൽപ്പുണ്ടായിരുന്നു. അങ്ങോട്ടേക്ക് വരുന്ന സാഗറിൻ്റെ വാ പൊത്തിപ്പിടിക്കുന്നു കൃപമോളും കൃഷിയും കൺമണിയും എല്ലാവരും കൂടി. കാരണം സുജിക്കൊരു സർപ്രൈസ് കൊടുക്കുക എന്നതാണ് അവരുടെ ഉദ്ദേശം. അങ്ങനെ സാഗർ ചെന്ന് പറയുന്നുണ്ട്, നിൻ്റെ മോൻ വന്നിട്ടുണ്ടെന്ന്. എൻ്റെ മോൻ വന്നോന്ന് ചോദിച്ചുകൊണ്ട് സുജിയാണെങ്കിൽ സന്തോഷത്തോടെ ഓടി വന്ന് നോക്കുമ്പം കൃഷിനെ കണ്ട് സുജിയുടെ മുഖത്തെ സന്തോഷം എല്ലാം മങ്ങിപ്പോയി. അത് പെട്ടെന്ന് നോട്ട് ചെയ്യുന്നുണ്ട് നമ്മുടെ കൃഷിനാണെങ്കിൽ ഭയങ്കരമായിട്ട് നിരാശയാകുന്നു. അമ്മയ്ക്ക് എന്തായാലും പഴയതുപോലെ തന്നോട് സ്നേഹമില്ലെന്ന് മനസ്സിലാക്കിയ കൃഷിന് അത് ഭയങ്കര വിഷമമാകുന്നു. അതുപോലെ കൺമണിയുടെ മുഖവും വാടുന്ന സമയത്ത് സുജിയാണെങ്കിൽ ഇല്ലാത്തൊരു ചിരിച്ചു കാണിക്കുന്നു. അതായത് ഉള്ളിത്തട്ടിയ ചിരിയൊന്നുമല്ല, അവരെ ഒന്ന് സമാധാനിപ്പിക്കാനായിട്ട് നടിക്കുന്ന ഒരു ചിരിയാണ്. എന്തായാലും നമ്മുടെ സുജി പ്രതീക്ഷിച്ചതും കാണാൻ ആഗ്രഹിച്ചതും ബലരാമൻ, അതായത് താൻ പ്രസവിച്ച തൻ്റെ മകൻ വന്നു എന്നൊരു ധാരണയിലാണ് ഓടി വന്നത്. എന്നാൽ അത് കൃഷിയാണെന്ന് മനസ്സിലാക്കി സന്തോഷം പെട്ടെന്നൊന്നും മങ്ങിയതാണ്. ഇനി എന്തൊക്കെയായി തീരുമെന്ന് കാത്തിരുന്ന് കാണാം. ഈ പോക്ക് പോകുവാണെങ്കിൽ കൃഷി സുജിയുടെയും സാഗറിൻ്റെയും മകനല്ല എന്നുള്ള സത്യം അധികം താമസിക്കാതെ കൃഷിയും കൺമണിയും തിരിച്ചറിയും. അതിനെ തുടർന്നുണ്ടാകുന്ന പ്രശ്നത്തിൽ മിക്കവാറും നേട്ടം ഉണ്ടാക്കാൻ പോകുന്നത് മാനസികമായിരിക്കും. കാത്തിരിക്കാം.